മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി, മാലദ്വീപ് പ്രസിഡന്റ്, ശ്രീലങ്കൻ പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുക്കും. വകുപ്പ് വിഭജനം സംബന്ധിച്ച് ഇപ്പോഴും ബി.ജെ.പിക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ട്. ആശയവിനിമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായേക്കും. സുരേഷ് ഗോപിയെ ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ജോർജ് കുര്യനും കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ജോർജ് കുര്യനുമായി ബി.ജെ.പി നേതാക്കൾ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൗഹാൻ, മനോഹർലാൽ ഖട്ടർ, നിർമ്മലാ സീതാരാമൻ തുടങ്ങിയവരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, എൻ.ഡി.എ സർക്കാർ ഇന്ന് വീണ്ടും അധികാരമേൽക്കുന്നു. സത്യപ്രതിജ്ഞ വൈകിട്ട് 7:15. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരൊക്കെ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകും എന്നത് തന്നെയാണ് ഈ നിമിഷം ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. മുതിർന്ന നേതാക്കളൊക്കെ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ ബി.ജെ.പിയിൽ ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? മനു, ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇപ്പോൾ ഒരു ചായ സത്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയുക്ത മന്ത്രിമാർക്കുള്ള ചായ സത്കാരം തന്നെയാണ് നരേന്ദ്രമോദിയുടെ വസതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കന്മാരും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം രാജ്നാഥ് സിംഗ്, അമിത്ഷാ, പ്രഹ്ലാദ് ജോഷി, സർബാനന്ദ് സനോവാൾ, കിരൺ റിജിജു, അണ്ണാമലൈ, കമൽജിത്ത് ഷെഖാവത്ത്, ജ്യോതിരാദിത്യ സിന്ധ്യ, മനോഹർലാൽ ഖട്ടർ, ചന്ദ്രപ്രകാശ് ചൗധരി, പീയൂഷ് ഗോയൽ ഇവരൊക്കെ തന്നെ കേന്ദ്രമന്ത്രിമാരാകും എന്നുള്ള സൂചന അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. TDPയിൽ നിന്ന് റാം മോഹൻ നായിഡുവും ഇത്തരത്തിൽ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. TDP തുടക്കം മുതൽ തന്നെ ലോക്സഭാ സ്പീക്കർ സ്ഥാനം വേണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ആ സ്പീക്കർ സ്ഥാനത്തേക്ക് TDP പരിഗണിച്ചിരുന്ന ആളാണ് രാം മോഹൻ നായിഡു. ആ രാം മോഹൻ നായിഡുവിന് ക്യാബിനറ്റ് സ്ഥാനം നൽകാനാണ് BJP ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തെലങ്കാനയിൽ നിന്ന് കിഷൻ റെഡ്ഡി, ബെൻഡി സഞ്ജയ് എന്നിവരായിരിക്കും മന്ത്രിസഭയിലേക്ക് ഉണ്ടാവുക. അതേസമയം NCPയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. അത് വരുന്ന മണിക്കൂറുകളിൽ ആ ഒരു കാര്യത്തിൽ NCP പ്രതിനിധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരും, അതായത് HAMൻ്റെ ജിതിൻ റാം മാഞ്ചി മന്ത്രിസഭയിലേക്കുണ്ടാകും. അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി തന്നെയായിരിക്കും നൽകുക എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ശിവരാജ് സിംഗ് ചൗഹാൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട്. കാരണം ശിവരാജ് സിംഗ് ചൗഹാൻ മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ അദ്ദേഹത്തിന് നൽകേണ്ടി വരും. ഒരുപക്ഷേ ശിവരാജ് സിംഗ് ചൗഹാൻ BJPയുടെ ദേശീയ അധ്യക്ഷനാകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നിലവിൽ ഈ ഒരു മന്ത്രിസഭ രൂപീകരണത്തിലേക്ക് എത്തുമ്പോൾ JP നദ്ദയെ, നിലവിലത്തെ BJP അധ്യക്ഷനായിട്ടുള്ള JP നദ്ദയെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനായിട്ടൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരം ചർച്ചകളാണ് ഇവിടെ BJPയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ, അതായത് JP നദ്ദ അധ്യക്ഷനാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇത്തരത്തിൽ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ പേരാണ് സജീവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു മന്ത്രിസഭ രൂപീകരണം നടക്കുമ്പോൾ തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി അനുബന്ധമായിട്ട് ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് ആരായിരിക്കും ഒരു കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരിക എന്ന കാര്യത്തിലുള്ള ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തുടക്കം മുതൽ ചില അനിശ്ചിതത്വം നിലനിന്നിരുന്നെങ്കിലും അല്പം മുന്നേ സുരേഷ് ഗോപി ദില്ലിയിലേക്ക് തിരിച്ച ഒരു സാഹചര്യമുണ്ട്. സുരേഷ് ഗോപിക്ക് നരേന്ദ്രമോദിയുടെ ക്ഷണം കിട്ടി തന്നെയാണ് അദ്ദേഹം ദില്ലിയിലേക്ക് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപി ഇന്ന് വിഷ്ണു, നിതിൻ ഗഡ്കരിയുടെ പേര് അങ്ങനെ അധികം ശക്തമായി പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം പരിഗണനയിലില്ലേ, അതോ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതാണോ? മനു, നിതിൻ ഗഡ്കരി മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം നിതിൻ ഗഡ്കരി കഴിഞ്ഞ മന്ത്രിസഭയിലായാലും വളരെ ശക്തനായിട്ടുള്ള ഒരു മന്ത്രി തന്നെയാണ്. ഏറെക്കുറെ ഒരു ജനപിന്തുണയുള്ള ഒരു മന്ത്രി കൂടിയായിരുന്നു നിതിൻ ഗഡ്കരി. അതുകൊണ്ട് തന്നെ നിതിൻ ഗഡ്കരിയെ ഒഴിവാക്കാൻ BJPക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരിക്ക് RSSൻ്റെ ഒരു പിന്തുണ കൂടിയുണ്ട്. ആ ഒരു തലത്തിൽ, അതായത് RSSൻ്റെ ശക്തമായിട്ടുള്ള പിന്തുണയുള്ള നേതാവാണ് നിതിൻ ഗഡ്കരി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ BJPക്ക് ഈ ഒരു ഘട്ടത്തിൽ സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അതോടൊപ്പമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിൻ്റെ കാര്യത്തിലും കേരളത്തിൽ നിന്ന് ആരൊക്കെ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിലും വലിയ തരത്തിൽ അനിശ്ചിതത്വം അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി ദില്ലിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ജോർജ് കുര്യൻ്റെ പേര് ഒരു ഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്നു. ജോർജ് കുര്യനുമായിട്ട് BJP നേതാക്കളൊക്കെ ദേശീയ തലത്തിലുള്ള നേതാക്കൾ ഒരു കൂടിക്കാഴ്ച ചർച്ചകളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ജോർജ് കുര്യൻ ഇപ്പോൾ എൻട്രിയാണ്. സുരേഷ് ഗോപി പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷേ ജോർജ് കുര്യൻ അതിലേക്കൊരു അപ്രതീക്ഷിത എൻട്രിയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ പ്രധാനമായും സംസ്ഥാന നേതൃത്വത്തിന് വലിയ നിരാശയുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ വി മുരളീധരനെ പരിഗണിച്ചിട്ടില്ല, രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിച്ചിട്ടില്ല, കെ സുരേന്ദ്രനെ പരിഗണിച്ചിട്ടില്ല, ശോഭാ സുരേന്ദ്രൻ്റെ പേര് ചർച്ചകളിൽ വരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായും തഴഞ്ഞു പോകുന്നൊരു സാഹചര്യം കാണാൻ പറ്റുന്നുണ്ട്. മനു, അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. കാരണം ഈ ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരുകൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 2ാം മോദി സർക്കാരിലും മന്ത്രിയായിരുന്നു. ആ രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സാഹചര്യത്തിൽ അതിശക്തമായിട്ടൊരു മത്സരം കാഴ്ചവെച്ച സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിനെ വീണ്ടും ഒരു മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന തിരുവനന്തപുരത്ത് തന്നെ അടുത്ത ഘട്ടത്തിലും മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജയസാധ്യത BJP മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ എത്തുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരും സജീവമായി തന്നെ പറഞ്ഞു കേൾക്കുന്നത്. അതായത് നിലവിൽ കേരളത്തിൽ നിന്നും 3 പേരുകളിലേക്ക് നമുക്ക് പറയാൻ കഴിയും. സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, രാജീവ് ചന്ദ്രശേഖർ, ഈ 3 പേരുകളിലേക്ക് നമുക്ക് കേരളത്തെ സംബന്ധിച്ച് പറയാൻ കഴിയുമെന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് സുരേന്ദ്രൻ മാറുന്നു എന്നുള്ള ചില സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ കെ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ആ ഒരു സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് ഒന്നെങ്കിൽ ജോർജ് കുര്യൻ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ജോർജ് കുര്യന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേരും. സുരേന്ദ്രൻ മാറുന്ന ഒരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഈ ഒരു സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ ഈ ഒരു തെരഞ്ഞെടുപ്പിലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആലപ്പുഴയിൽ ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേര് ഒരു അധ്യക്ഷ പദവിയിലേക്ക് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ശോഭാ സുരേന്ദ്രനെ BJP ദേശീയ നേതൃത്വം ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. ശോഭാ സുരേന്ദ്രനുമായിട്ട് BJP നേതാക്കളൊക്കെ തന്നെ ചർച്ചകളും നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളും ഈ ഒരു മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിന് ഒരു അനുബന്ധമായി അല്ലെങ്കിൽ പാരലായി തന്നെ അത്തരം ചില ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പോലെ മന്ത്രിസഭയിലേക്ക് പോയി കഴിഞ്ഞാൽ നിലവിൽ ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതും വരുന്ന സമയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ അനുപ്രിയ പട്ടേലിൻ്റെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്നാദൾ നേതാവാണ് അനുപ്രിയ പട്ടേൽ. കഴിഞ്ഞ 2ാം മോദി സർക്കാരിലും മന്ത്രിയായിരുന്ന സഹമന്ത്രിയായിരുന്നു അനുപ്രിയ പട്ടേൽ. ആ അനുപ്രിയ പട്ടേലിന് ഇത്തവണ ഒരു ക്യാബിനറ്റ് പദവി ലഭിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിതേന്ദ്ര പ്രസാദിന് ഒരു മന്ത്രിസ്ഥാനമുണ്ടാകും. JDUവിൽ നിന്ന് ലലൻ സിംഗ്, സഞ്ജയ് കുമാർ ഝാ, രാംനാഥ് ഠാക്കൂർ, ഈ 3 പേരായിരിക്കും JDUവിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LJPയിൽ നിന്ന് ചിരാഗ് പാസ്വാൻ, RLDയിൽ നിന്ന് ജയന്ത് ചൗധരി, HAMൽ നിന്ന് ജിതിൻ റാം മാഞ്ചി. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞുപോയ ഒരു പേരാണ് ജിതിൻ റാം മാഞ്ചിയുടേത്. അതോടൊപ്പം തന്നെ ശിവസേനയിൽ നിന്ന് ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് 2 പേരായിരിക്കും മന്ത്രിസഭയിലേക്ക് ഉണ്ടാവുക. ശ്രീരംഗ് ബർണയും പ്രതാപ് റാവു ജാദവ്, ഈ 2 പേരായിരിക്കും ഇത്തരത്തിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന 2 പേരുകൾ. എന്തായാലും ഇവരുടെ കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനം അല്പസമയത്തിനകം തന്നെ പുറത്തു വരും. മനു, ശരി, ഓക്കെ. വിഷ്ണുവാണ് ഈ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. കേന്ദ്രമന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിവിധ പേരുകൾ ഇപ്പോൾ പരിഗണനയിലേക്കുള്ള വിവിധ പേരുകളാണ് നമ്മൾ കേട്ടത്. ഏതായാലും കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ഒപ്പം തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ജോർജ് കുര്യൻ്റെ പേരാണ് അപ്രതീക്ഷിതമായി ആ പരിഗണനയിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടുണ്ട് BJP നേതൃത്വം. ഒരുപക്ഷേ ജോർജ് കുര്യനും കൂടി കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു കാര്യം, രാജീവ് ചന്ദ്രശേഖറും തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവിധ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. മന്ത്രിസഭ രൂപീകരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇടം പിടിച്ചവർക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചായ സൽക്കാരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സമഗ്രമായ വിവരങ്ങൾ വരും സമയങ്ങളിൽ നമുക്ക് അതിലേക്ക് പോകാൻ കഴിയും.